ഓഹോ, അങ്ങനെ കുരിശുമല തീർത്ഥാടനം കൂടി ഇറങ്ങി മക്കളെ. അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തോടുകൂടി കുരിശുമല തീർത്ഥാടനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് വൈകുന്നേരത്ത് കുറച്ച് പർച്ചേസിങ്ങിനായിട്ടൊക്കെ പോയി. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞങ്ങൾ പോയപ്പോൾ ഒരു 8:30 പോയ സമയത്ത് എല്ലാവരും ഇങ്ങനെ പർച്ചേസിങ്ങിനായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങണം, പിന്നെ അവർക്കും എന്തൊക്കെ വാങ്ങണം. അപ്പോൾ 2-3 ദിവസമായി നമ്മളിങ്ങനെ വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. മഴയൊക്കെ ആയിട്ട് അങ്ങനെ വരാൻ സാധിച്ചില്ല. അങ്ങനെ നീതു അങ്ങനെ ബ്ലിങ്കസി അടിച്ചിരിക്കുകയാണ്, എന്ത് വാങ്ങുക, എവിടെ കയറും. അങ്ങനെ ഓരോരോ കടകളിലായിട്ട് കയറി. അപ്പോൾ അവർക്ക് കൊച്ചുങ്ങൾക്ക് വളയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വളയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്നെന്തായാലും മഴയൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഞങ്ങളുടെ വിജയം. ഇന്നത്തോടുകൂടി ഇത് തീർത്ഥാടനം കഴിയുകയാണ്. ഇനി അടുത്ത പെസഹ വ്യാഴാഴ്ച, ഇത് വെള്ളിയാഴ്ചയും ഇതുണ്ട്. പക്ഷേ കുറച്ച് മല കയറാം. പിന്നെ അത്യാവശ്യ കടകളൊക്കെ ഉണ്ടാവും. തീർത്ഥാടനം അവിടുത്തെ ആഘോഷവും പരിപാടികളൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പെസഹ വ്യാഴം. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് പെസഹ വ്യാഴാഴ്ച കുരിശുമല കയറണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും. ഇന്ന് അവിടെ പോയപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ്. കാരണം പിന്നെ വാങ്ങാതിരിക്കാനും പറ്റില്ല, നമ്മുടെ നാട്ടിലെ ആഘോഷമല്ലേ. നമ്മൾ സാധാ ഒരു ഫാൻസി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അധികം പോകത്തില്ല. ഇങ്ങനെയുള്ള ആഘോഷ പറമ്പുകളിലൊക്കെ പോയി വില കൂടുതലാണെങ്കിൽ അതൊന്നും നോക്കില്ല. ഒരു ഡ്രൈ എടുക്കും, കുറേ സാധനങ്ങളായിട്ട് കൂട്ടും, അവസാനം പൈസ പറയും കൊടുക്കും, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് പതിവ്. നമ്മുടെ നാട്ടിൻപുറത്താണ് ഇങ്ങനെയാണ്. ആഘോഷ പറമ്പുകളിൽ എന്ത് തന്നെയായാലും വിലയൊന്നും നോക്കാറില്ല. പിന്നെ മിക്ക കടകളിലും ഒരു സാധനം 100 രൂപ, ഒരു സാധനം 50 രൂപ, 20 രൂപ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ 100 രൂപ കുറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. മൊത്തം 100 രൂപയും ഏതെടുത്താലും 100 രൂപ അങ്ങനെയൊക്കെ ഉള്ള കടകളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 5 രൂപ 10 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഉണ്ട് 10 രൂപയ്ക്കൊക്കെ ഉണ്ട്, പക്ഷേ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള പെൻസിൽ, ചെറിയ ചെറിയ സ്ലൈഡുകൾ, പിന്നെ അത്യാവശ്യം കാണാൻ ഭംഗിയും സംഭവമൊക്കെ ഉള്ളത് അത് പൈസ കൊടുത്താലേ കിട്ടുന്നു. പിന്നെ കോഴിക്കോടൻ ഹൽവയുണ്ട്, പിന്നെ തേൻ കുഴലുണ്ട്, അങ്ങനെ പലഹാര ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് കച്ചവടക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പാവം, കച്ചവടങ്ങളൊന്നും അധികം നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കട വാടകയൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ അവരൊക്കെ കച്ചവടത്തിലൊക്കെ ഈ വർഷം എന്തായാലും കച്ചവടം മോശമായിരുന്നു. കാരണം അധികം ജനങ്ങളില്ലായിരുന്നു. ശനിയാഴ്ച രാത്രിയുള്ള തിരക്കേ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയോര കച്ചവടക്കാരൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ അധികം വിറ്റ് തീരാതെ ഉള്ള സങ്കടത്തോടെയൊക്കെ നിൽക്കുന്നത് കാണാനിടയായി. ഞങ്ങളിങ്ങനെ ഓരോരോ കടകളായിട്ട് കയറി പാനിപൂരിയും കഴിച്ച് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് ഒരു പ്രത്യേക ഒരു വൈബാണ്. അത് രസമാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വെറുതെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ചുമ്മാങ്കിലും ഒന്ന് കയറി ഇറങ്ങി നടക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. അതൊരു രസമല്ലേ. പിന്നെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, പോയതല്ലേ. പിന്നെ ഇവിടെ വന്ന് 1-2 വളകളൊക്കെ മേടിച്ചു. അന്നയ്ക്കും അപ്പൂനും നീതുവിനും വാങ്ങിച്ചു. അത് പിന്നെ കുറച്ച് സ്ലൈഡ്, പൊട്ട്, സോപ്പ്, ചിപ്പ്, കണ്ണാടിയെല്ലാം. പിന്നെ അന്നയ്ക്ക് 2 കൊമ്പുള്ള, അന്നയ്ക്കും അപ്പൂനും കൊമ്പുള്ള 2 ബോയൊക്കെ വാങ്ങിച്ചു. ചുമ്മാ പോയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ കുരിശുമല കയറിയിട്ട്. ഈ വർഷം, കഴിഞ്ഞ വർഷം പക്ഷേ ഇതിനേക്കാൾ അപ്പുറം സാധനം വാങ്ങിച്ചു. ഈ പ്രാവശ്യം അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല. 2 ദിവസം തന്നെ പോയത്. ഞാൻ ഒരു ദിവസം കുരിശുമല കയറാനായിട്ട്. അല്ലാതെ നമ്മൾ ഫാമിലിയായിട്ട് ഒരു ദിവസം പോയി. പിന്നെ 2 ദിവസം മഴയായിരുന്നു, പിന്നെ അങ്ങനെ പോകാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഇന്നതാ തീരുന്നതുകൊണ്ട് എന്തായാലും ഒരു കറക്കം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാമെന്നുള്ളത്. ഇനി വെള്ളിയാഴ്ച ഇത് തന്നെയായിരിക്കും, വൈകുന്നേരത്ത് വരും. ഇത് തന്നെ പണി, വേറെ എന്തിരിക്കുന്നു. ഇതൊക്കെ ഒരു രസമാണ്. വർഷത്തിലൊരിക്കൽ വന്നതാണ്. നമ്മളിവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വ്യാഴാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയും പ്രോഗ്രാം ഉണ്ട് ഈ കുരിശുമല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ മുമ്പിൽ വരും. അപ്പോൾ ഇതാണ് അപ്പൂന് എന്താ കൊമ്പുണ്ടോ, അപ്പൂനും ഒരു കൊമ്പുള്ള ബോ വാങ്ങിച്ചു. അപ്പോൾ അത് അന്നയ്ക്കും വേണം. ഓ, പിന്നെ അവക്കും വാങ്ങിച്ചു കൊടുത്തു ഒരു കൊമ്പുള്ള ബോ. അത് കിട്ടിയത് വളരെ സന്തോഷം. പിന്നെ അവൾക്കൊരു ബാഗ് വേണമെന്ന് പറഞ്ഞു, മറ്റേ ചെറിയൊരു ബാഗ്. അത് നമ്മൾ വില ചോദിച്ചപ്പം ഒരു ചെറിയ ബാഗിന് 100 രൂപ. ഞാൻ പറഞ്ഞ് ഒരു 100 രൂപ കിട്ടാൻ വലിയ സ്കൂൾ ബാഗ് കിട്ടും, അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് പറ്റിച്ചതാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, ബാഗ് വേണ്ട. ഇനി എന്തായാലും തിരിച്ച് നമ്മളെന്തായാലും വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആളൊക്കെ ഏകദേശം തീരാതെ. ഇനി പലഹാരമൊക്കെ വാങ്ങണം, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ കൂതാളി ജംഗ്ഷനിൽ പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഇനി എന്തായാലും വീട്ടിലോട്ടാണ്. വീഡിയോ മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.